പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് 12-ാം തീയതിയായി. ഇപ്പോഴും ചർച്ചകളൊക്കെ വീണ്ടും ഇങ്ങനെ സജീവമാണ്. ആര് ജയിക്കും, ഇവർക്ക് ഇത്ര കിട്ടും, അതൊക്കെ പോട്ടെ. ഇങ്ങനെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കാണത്തില്ല ചിലപ്പം ഈ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പം എത്ര തോക്കുന്ന ടീമാണല്ലോ ആ ദേശത്തുള്ളവർക്ക് അവർ ജയിക്കണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉള്ളവരും അവരവരുടെ പാർട്ടി ജയിക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇലക്ഷൻ കാലത്തിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിനെ പറ്റി ഇവിടുത്തെ പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കന്മാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സജി ചെറിയാൻ, ബാലന്, അതുപോലെ പോളിറ്റ് ബ്യൂറോയുടെ സമുന്നത നേതാവ് വിജയരാഘവൻ, നമ്മുടെ സുധാകരൻ പറയുന്ന സുധാകരൻ പറഞ്ഞ പരാജയരാഘവൻ എന്നാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ഒരു പരാജയരാഘവൻ തന്നെയാണ്. സുധാകരൻ പറഞ്ഞ പോലൊരു എന്താ പറയുന്നത്, നമ്മുടെ പോളിറ്റ് ബ്യൂറോയുടെ തിണ്ണയിലിരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ വിജയരാഘവൻ എന്ന് പറയുന്ന പരാജയരാഘവൻ. അപ്പോൾ അവരൊക്കെ മുസ്ലിം ലീഗ്, ഈ UDF വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗായിരിക്കും ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീതി ഉണർത്തി ഹിന്ദുക്കളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതൊരു പരിധി വരെ സാധാരണ ജനങ്ങളിൽ, സാധാരണ ഹിന്ദു സ്ത്രീകൾക്കൊക്കെ അവരുടെ കാര്യം. എൻ്റെ അടുത്തുള്ള ഒരു നിരപരാധികളായ സ്ത്രീകൾ തന്നെ എന്നോട് പറഞ്ഞു, അയ്യോ സണ്ണിച്ചായ, ഈ UDF വന്നാലുള്ള കുഴപ്പം ഇനി മുസ്ലിം ആയിരിക്കും ഭരിക്കുന്നത്. അവരൊക്കെ BJP അനുകൂലികളാണ്. അവർക്ക് തന്നെ ഇങ്ങനെയുള്ളൊരു മനസ്സിലവർ ഇതായി. നമ്മളവരെ പറഞ്ഞു തിരുത്താനൊന്നും പോയില്ല. അവർക്കറിയത്തില്ല എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന്. നമ്മൾ BJPക്കാർ വന്നു കഴിഞ്ഞാൽ ഹലോ പറയും, എല്ലാവരും പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഈ ഇടതുപക്ഷ നേതാക്കന്മാരാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കേരളത്തിൽ ഒരു വർഗീയത പടരാതെ നോക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് 5-ാം മന്ത്രിയുടെ കാര്യമൊക്കെ പറയും. അപ്പോൾ കഴിഞ്ഞ വിജയൻ്റെ മന്ത്രിസഭയിൽ 10 നായന്മാരുണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 4 അല്ല 5 മുസ്ലിം മന്ത്രിമാരായി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ പ്രശ്നമാണ്. ഈ 10 നായന്മാരുണ്ടായത് ആരും ചോദിച്ചു പോലും ഇല്ല, ആർക്കും അറിയത്ത് പോലും ഇല്ല ഇവർ നായരാന്നോ മറ്റേതാന്നോ ഗോപ്പാന്നോ ഒളിച്ചക്രവാന്നൊക്കെ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ ഒരു അവരുടെ പേര് മുസ്ലിം എന്നായിരിക്കും. ഇപ്രാവശ്യം ഒരു 2 വനിതകളെ നിർത്തിയിട്ടുണ്ട്. ഒരു വനിത ഒരു ദളിത സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 2 വനിതകളെ ഇത്രയ്ക്ക് ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് മറ്റുള്ള പാർട്ടിയെക്കാട്ടിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ ഈ ബാബറി മസ്ജിദൊക്കെ പൊളിച്ചപ്പം ഇവിടെ ഒരു കലാപം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം ലീഗ് നോക്കിയാൽ നടക്കും.